ഹലോ, സുഖമാണോ എല്ലാവർക്കും? ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇഡിയംസുമായിട്ടാണ്. ഇഡിയംസും അതിൻ്റെ മീനിങ്സുമായിട്ടാണ്. ഇഡിയംസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഭാഷാ ശൈലി. സെപ്പറേറ്റ് വേർഡ്സ് ആ സെൻറ്റൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മീനിങ് കറക്റ്റ് കിട്ടത്തില്ല. അതിൻ്റേതായൊരു മീനിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഡിയംസിലേക്ക് പോവാം. എ റെഡ് ലെറ്റർ ഡേ. എ റെഡ് ലെറ്റർ ഡേ. എ എന്നുള്ളത് നമ്മൾ എന്നാ പ്രൊനൗൺസ് ചെയ്യുക. A red letter day. It means a very important day. ഒരു പ്രധാനപ്പെട്ട ദിവസത്തെയാണ് നമ്മൾ എന്ത് പറയുക? A red letter day എന്ന് പറയുക. 15th August is a red letter day in the history of India. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഓഗസ്റ്റ് 15 എന്ന് പറയുന്നത് ഇതൊരു റെഡ് ലെറ്റർ ഡേ ആണ്. വെരി ഇമ്പോർട്ടൻറ്റ് ഡേ. ഓക്കെ. 2, a bird of passage. A bird of passage. It means a person who stays only for a short period in a job or a place. ഒരു ജോലിയിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വളരെ കുറച്ച് കാലം മാത്രം ചിലവഴിക്കുന്ന ഒരാളെ നമ്മൾ പറയും a bird of passage. ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. They move from one place to other from period to period. Okay. For example, Mary moves yearly. She is a true bird of passage. അവർ ഓരോ വർഷം മാറുന്നുണ്ട്. അവരെന്താണ്? ബേർഡ് ഓഫ് പാസേജ്, അതായത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇനി അടുത്ത ഇഡിയം, എ ബെഡ് ഓഫ് റോസസ്. എ ബെഡ് ഓഫ് റോസസ്. റോസാ പൂമെത്ത. എന്താണ്? ഇറ്റ് മീൻസ് എ വെരി കംഫർട്ടബിൾ ആൻഡ് പ്ലെസൻറ്റ് കണ്ടീഷൻ. നല്ല സുഖമയമായ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എ ബെഡ് ഓഫ് റോസസ് എന്ന് പറയുക. ലൈഫ് ഈസ് നോട്ട് എ ബെഡ് ഓഫ് റോസസ്. ജീവിതം എന്ന് പറയുന്നത് എന്താണ്? നല്ല പ്ലെസൻ്റ് ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് എപ്പോഴും ഇരിക്കുന്നതല്ല ജീവിതം എന്ന് പറയുന്നത്. ഇനി അടുത്തത്, എ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി. എ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി. ഇറ്റ് മീൻസ് എ ഫോൾസ് സ്റ്റോറി. എ ഫോൾസ് സ്റ്റോറി. ഒരു കള്ളക്കഥയിനെയാണ് നമ്മൾ എന്ത് പറയുക? എ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി. It is very difficult to trust someone who is constantly telling a cock and bull story. ഇതൊക്കെയാണ് ഇഡിയംസും അതിൻ്റെ മീനിങ്സും. സോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇത് എന്ത് ചെയ്യുക? ഡെയിലി ലൈഫിൽ ഇത് യൂസ് ചെയ്യണം, റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യണം. അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റൂ. ഐ വിഷ് യു എ വെരി ഗുഡ് ഡേ. ഐ ഹോപ്പ് ദിസ് വാസ് വെരി യൂസ്ഫുൾ. ഇനി വീണ്ടും കാണുന്നത് വരെ ബൈ.